അങ്ങനെ നമ്മുടെ 2019 അവസാനിച്ച് നമ്മൾ 2020ലേക്ക് കടക്കുകയാണ്. അപ്പൊ എല്ലാവർക്കും ആദ്യമേ തന്നെ ഒരു പുതിയ വർഷം ആശംസിക്കുന്നു. 2020 എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ. എനിക്ക് ശരിക്കും 2019 ഒരു സംഭവ ബഹുലമായിട്ടുള്ള ഒരു വർഷമായിരുന്നു കേട്ടോ. കാരണം നമ്മൾ കുറേ കാലത്ത് ആഗ്രഹമായിരുന്നു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന്. അപ്പോൾ നമ്മളത് 2019 ജനുവരി 23-ാം തീയതിയാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ നമ്മൾ 2020 ജനുവരി 23-ാം തീയതി വന്നു കഴിഞ്ഞാൽ ഒരു വർഷമാവും. എന്തായാലും എത്ര പെട്ടെന്നല്ലേ വർഷങ്ങളൊക്കെ പോണത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ 2019? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ടായിരുന്നു? മോശമായിരുന്നോ നല്ലതായിരുന്നോ എങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ. ഇന്നത്തെ വീഡിയോയിൽ എനിക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറയാനാണ് കേട്ടോ. അതായത് എനിക്ക് കുറേ കാലത്ത് ആഗ്രഹമാണ് എനിക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് വേണം എന്നൊക്കെ, എന്തെങ്കിലും ഒരു സംഭവത്തിൽ എൻ്റെ ഒരു സ്വന്തമായിട്ടുള്ളൊരു ബ്രാൻഡ് വേണം എന്നൊക്കെ ഒരു ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ കുറേ റിസർച്ചൊക്കെ നടത്തിയിട്ട് എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം എന്ന് പറയുന്നത് കുറച്ചിങ്ങനെ ജ്വല്ലറി ഐറ്റംസിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബ്രാൻഡിന്റെ പേര് എന്ന് പറയുന്നത് തിങ്കൽ ഫാഷൻ ബേ എന്നാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ ഞാനിവിടെ പേര് മെൻഷൻ ചെയ്യാം. ഈ തിങ്കൽ ഫാഷൻ ബേ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് കുറച്ചിങ്ങനെ റെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ യൂഷ്വലായിട്ട് നമ്മൾ കാണാത്ത, അല്ലെങ്കിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ചൊരു ജ്വല്ലറി ഐറ്റംസ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം സ്റ്റോർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാനിവിടെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ചെക്ക് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്രാൻഡിന്റെ പേരിട്ട തിങ്കൽ ഫാഷൻ ബേ. നിങ്ങൾ ചോദിക്കുന്നത് എവിടെ നിന്ന് കിട്ടി തിങ്കള്? ഒരു ബന്ധുവില്ലാണ്ട് ഒരു തിങ്കൾ എവിടെ നിന്ന് കയറി വന്നത്? സത്യം പറഞ്ഞാൽ എനിക്ക് തിങ്കൾ പേര് ഭയങ്കര ഇഷ്ടമുള്ള പേരാണ്. രണ്ടാമതൊരു മോൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അവൾക്ക് തിങ്കൾ നിടാനൊക്കെ സെറ്റാക്കി വെച്ചേക്കായിരുന്നു. അപ്പോൾ എൻ്റെ മൂത്ത മോള് രണ്ടാമത്തെ മോൾ ഉണ്ടായപ്പോൾ അവളുടെ അനിയത്തിക്ക് നക്ഷത്ര തന്നെ പേരിടണമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നക്ഷത്ര എന്ന് ഇട്ടത്. അപ്പൊ നമ്മുടെ തിങ്കൾ എപ്പോഴും ബാക്കി ചെയ്യും. അപ്പൊ നമ്മൾ തിങ്കളിനെ അങ്ങനെ വിട്ടില്ല. അപ്പൊ നമ്മള് ജ്വല്ലറി സ്റ്റോറിന് നമ്മൾ തിങ്കൽ ഫാഷൻ ബേ നമ്മൾ ഇടാൻ തീരുമാനിച്ചു. അപ്പൊ അങ്ങനെയൊക്കെയാണ് കഥകളൊക്കെ വരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണെന്നുണ്ടെങ്കിലും 2-3 ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഒരൊറ്റ ദിവസം കൊണ്ട് എടുത്ത വീഡിയോ അല്ലെങ്കിൽ ഒറ്റ ദിവസത്തിൽ സംഭവിച്ച കാര്യങ്ങളൊന്നും അല്ല ഇത്. കാരണം എൻ്റെ ഒരു ലൈഫ് എന്ന് പറയുന്നത് വളരെ നോർമലായിട്ട് പോകുന്ന ലൈഫാണ്. നമ്മളങ്ങനെ പ്രത്യേകിച്ച് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ മാത്രം ഒന്നും ഒരു പ്രത്യേകതയുള്ള ലൈഫൊന്നും അല്ല. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അധികം നേരം നമ്മൾ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനേക്കാൾ മുന്നേ എല്ലാവർക്കും വൺസ് അഗെയിൻ ഹാപ്പി ന്യൂ ഇയർ. വീട്ടിലെ സോഫയുടെ പരിതാപകരമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാരണം നമ്മൾ സോഫ മാറ്റാൻ തീരുമാനിച്ചിട്ടാ. അപ്പോൾ സോഫ ഏകദേശം നമുക്കൊരു 6-7 വർഷം പഴക്കമുണ്ട്. അപ്പോൾ എന്നാലും എന്താ പറയുക, നമ്മൾക്ക് ആകെ പന്നാസായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സോഫ മാറ്റാൻ നമ്മൾ പ്ലാൻ ചെയ്തു. അപ്പോൾ ഇനി വരും വീഡിയോയിലൊക്കെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് നമ്മുടെ പുതിയ സോഫ കാണാവട്ടെ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു ചെറിയൊരു ഈവൻറ്റ് നടക്കുന്നുണ്ടായിരുന്നു. വലിയൊരു ഈവൻ്റ് ഒന്നും അല്ല, ചെറിയൊരു ഈവൻ്റ്, ഒരു 10-200 ആൾക്കാരൊക്കെ വരുന്ന ഒരു ഈവൻറ്റ്. അപ്പോൾ അവിടെ നമ്മൾ നമ്മുടെ തിങ്കൽ ഫാഷൻ ബേയുടെ ഒരു ചെറിയൊരു എക്സിബിഷൻ പോലെ നമുക്കൊന്ന് കണ്ടക്ട് ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ആ ഒരു സമയത്ത് നമ്മുടെ ജ്വല്ലറി ഐറ്റംസൊക്കെ അവിടെ നമ്മൾ എക്സിബിഷന് വേണ്ടിയിട്ട് വെച്ചതായിരുന്നു. അപ്പോൾ ജസ്റ്റ് നമുക്കൊരു വലിയ എക്സ്പോഷറൊന്നും കിട്ടുക അങ്ങനെയുള്ള രീതിയിലല്ല, ജസ്റ്റ് നമ്മുടെ ഒരു ബ്രാൻഡ് അവെയർനെസ്സിന് ഒരു സഹായിക്കും എന്നുള്ള രീതിയിലാണ് നമ്മളത് പ്ലാൻ ചെയ്തത്. അപ്പോൾ രസമായിരുന്നു. അത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല. നമുക്ക് ഫസ്റ്റ് ടൈമാണ് ഒരു ഒഫീഷ്യലി നമ്മളിങ്ങനെ ചെയ്യുന്നത്, ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും, എൻ്റെ മോളും എൻ്റെ ഫാമിലി എല്ലാവരും സഹായിക്കാനൊക്കെ ആയിട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഐറ്റംസൊക്കെ. ഞാൻ മെയിനായിട്ടും ഈ സെമി പ്രഷ്യസ് സ്റ്റോൺസ്, അതേപോലെ തന്നെ നാച്ചുറൽ സ്റ്റോൺസൊക്കെ മാത്രമാണ് നമ്മൾ ഈ തിങ്കൽ ഫാഷൻ ബേയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യം, അതായത് തിങ്കളിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ള രീതിയിൽ ഞാൻ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് എന്ന് പറയുന്നത് ക്വാളിറ്റി. അതായത് എനിക്ക് ഏത് സാധനം എടുത്താലും പെർഫെക്ഷൻ, അതായത് ക്വാളിറ്റി മെയിനായിട്ടും വേണം എന്നുള്ള ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ നമുക്ക് ഈ ജ്വല്ലറി ഐറ്റംസിലൊക്കെ നമുക്ക് ക്വാളിറ്റി നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അങ്ങനെയുള്ളൊരു ഇതിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാനൊരു റിവ്യൂ കൂടി ഇടുന്നുണ്ട് കേട്ടോ. അതായത് നമ്മുടെ വാവ് ബ്രാൻഡിൻ്റെ ഉപ്ടൻ ലക്ഷറിയൻ കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിറ്റാണ് കേട്ടോ നമ്മളിന്ന് റിവ്യൂ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതുവരെയും യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ഫസ്റ്റ് ടൈമാണിത്. ഞാനിപ്പോൾ പാക്കറ്റ് കിട്ടിയിട്ടുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാനിത് എൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ കൂടി ആണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു കിറ്റിൽ വരുന്നത് ഒരു ഉപ്ടൻ ഫേസ് വാഷാണ്. അടുത്തത് ഒരു സൺസ്ക്രീൻ ഫേസ് സിറം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീനാണ്. ബേസിക്കലി അതൊരു മാറ്റ് ഫിനിഷിംഗ് ഉള്ള ഒരു സൺസ്ക്രീനാണ്. അപ്പോൾ ഇതിൽ SPF 55 അടങ്ങിയിട്ടുള്ളൊരു സൺസ്ക്രീനാണ് കേട്ടോ. അടുത്തത് നമുക്ക് സെയിം ഈ ഉപ്ടൻ റേഞ്ചിൽ തന്നെയുള്ള ഫേസ് ആൻഡ് ബോഡി സ്ക്രബാണ്. നമുക്ക് ഫേസിലും അതേപോലെ തന്നെ ബോഡിയിലും യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബാണിത്. അപ്പോൾ അടുത്തത് വരുന്നത് ഉപ്ടൻ ഫേസ് ആൻഡ് ബോഡി പാക്കാണ് കേട്ടോ. ഈ 4 പ്രൊഡക്ട്സിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത് ചിക്ക് പീ ഫ്ലോർ, അതേപോലെ തന്നെ ആൽമണ്ട് എക്സ്ട്രാക്ട്സ്, സാഫ്രൺ, അതേപോലെ തന്നെ ടർമറിക് എക്സ്ട്രാക്ട്സ്, റോസ് വാട്ടർ, സാൻഡൽവുഡ് ഓയിൽ, ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് വരുന്നത്. ഇതിൻ്റെ ഒരു സെറ്റിൻ്റെ കൂടെ നമുക്കൊരു സ്പാച്ചുല പോലെ, അതായത് ഒരു സിലിക്കൺ സ്പാച്ചുല പോലെ ഒരു സംഭവം നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇത്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ രണ്ട് പ്രൊഡക്ട്സ് മാത്രമാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കണുള്ളൂ. കാരണം നമ്മൾ ഓൾറെഡി ഞാൻ ഫേസ് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഈ ഒരു ഫേസ് സ്ക്രബും അതേപോലെ തന്നെ ഫേസ് പാക്കുമാണ് നമ്മളിന്ന് ട്രൈ ചെയ്യാൻ പോണത്. ഒരു പ്രോപ്പർ ഒരു സ്ക്രബിൻ്റെ ആക്ച്വലി എല്ലാ പ്രോപ്പർട്ടിയുള്ള ഒരു സ്ക്രബായിട്ട് തോന്നി. ചില സ്ക്രബ് ഉണ്ടാവില്ലേ ഭയങ്കര മൈൽഡായിട്ടുള്ള, അല്ലെങ്കിൽ ചിലത് ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സ്ക്രബ്, അതുപോലെയും തോന്നിയില്ല. നോർമലായിട്ടുള്ള ഒരു ഡെഡ് സെൽസൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സ്ക്രബായിട്ട് തോന്നി. പിന്നെ ഫേസ് പാക്ക് നല്ലൊരു സ്മെല്ലാണ് കേട്ടോ. അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഭയങ്കര മൈൽഡായിട്ടുള്ള ഒരു നമ്മുടെ ഈ മഞ്ഞളും അതേപോലെ തന്നെ ഈ ഒരു എന്താ പറയുക കടലമാവിൻ്റെയൊക്കെ ഒരു സ്മെല്ല് പോലത്തെ നല്ലൊരു സ്മെല്ലാണ്. ഹോം റെമഡീസൊക്കെ ട്രൈ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ സമയമില്ല എന്നുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഈ 4 കിറ്റ് അടങ്ങിയിട്ടുള്ള ഈ ഒരു കിറ്റിൻ്റെ വില എന്ന് പറയുന്നത് 699 രൂപയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമ്മൾ താമസിക്കുന്നത് തമിഴ്നാട്ടിലാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കുറച്ച് അടുത്തായിട്ടുള്ള ഒരു അമ്പലത്തിൽ പോയപ്പോൾ നമ്മൾ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ഒരു ആംബിയൻസ് എന്ന് പറയുന്നത് ടോട്ടൽ നമ്മുടെ അമ്പലത്തിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ അമ്പലം ഭയങ്കര വിശാലമായിട്ടുള്ളൊരു സ്ഥലത്താണ് കേട്ടോ നമ്മുടെ ഈ ഒരു അമ്പലം ഉള്ളത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് അവിടേക്കൊക്കെ പോവാറുണ്ട്. രസമാണ് അവിടെയൊക്കെ പോയിട്ട്. അമ്പലത്തിൽ പോയതിന് ശേഷം നമ്മൾ നേരെ പോയത് ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയും താമസിക്കുന്ന സ്ഥലത്താണ് കേട്ടോ. അപ്പോൾ നമ്മൾ താമസിക്കുന്നതെന്ന് കുറച്ചും കൂടി ഉള്ളിലായിട്ടാണ് അവർ താമസിക്കുന്നത്. അവർ ഒരു ഗ്രാമത്തിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താമസിക്കുന്നത്. അവിടെ കോഴി ഫാം അവർ ആക്ച്വലി അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നോക്കി നടത്തി അവരവിടെയാണ് താമസിക്കുന്നത്. കുറച്ച് അങ്ങനെ വലിയ പറമ്പിൽ നമുക്ക് എല്ലാ പച്ചക്കറികളും ഉണ്ട് കേട്ടോ അവിടെ. മെയിനായിട്ട് അവർ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചോളം ഇടും. അതേപോലെ തന്നെ പിന്നെ എന്താ ഈ കൊള്ളിക്ക് എന്താ പറയുക, നമ്മൾ തൃശ്ശൂരിൽ കൊള്ളി എന്ന് പറയും, മറ്റ് ഭാഷകളിൽ കപ്പയാണ്. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. തമിഴ്നാട്ടിലൊക്കെ കിട്ടുന്ന ചില പച്ചക്കറികൾ അതൊക്കെ ഇവിടെ നടാറുണ്ട്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ പച്ചക്കറികളൊക്കെ ഇവിടെ നിന്ന് എടുത്ത് നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. ഇവിടെ മെയിനായിട്ടും ഇങ്ങനെ പച്ചക്കറികളിൽ മെയിനായിട്ട് ഇവർ തമിഴ്നാട്ടിൽ കിട്ടുന്നത് ഈ ചൊരക്ക എന്ന് പറയും. പിന്നെ ഇങ്ങനത്തെ എന്താ പറയുക സീതാമണിപ്പഴം, അതിനെന്താ നമുക്ക് കോമൺ ആയിട്ട് എന്താ പറയുന്നറിയില്ല, ഇവിടെ സീതാമണി പഴം എന്നൊക്കെ പറയും. പിന്നെ നെല്ലിക്ക, ഒരുപാട് നെല്ലിക്കായുണ്ട്. നെല്ലിക്കയുടെ പല വേർഷൻ ഉണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതൊക്കെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവനും നമുക്ക് ഇതിൽ കൂടെ നടക്കാനാണ് നമുക്ക് നേരമുള്ളത്. നല്ല രസമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയറാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അച്ഛനെയും അമ്മേനെയും കാണിച്ചിട്ട് വേറൊരു വീഡിയോയിൽ പരിചയപ്പെടുത്താം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അവർ പറഞ്ഞിട്ട് എന്താ പറയുക ഒഴിവാവുകയാണ്. അപ്പോൾ ഞാൻ എന്തായാലും വേറൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് അവരെ പരിചയപ്പെടുത്താം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കൂടി കാണാം. അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. എല്ലാവർക്കും ഈ ഒരു വർഷം നല്ലൊരു വർഷം ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ കൂടി കാണാം. ബൈ.